ആദ്യത്തെ ഷൂട്ട് തന്നെ ഒരു മീനിനെ അടി കൊണ്ട് അവിടെ സ്പോട്ടിൽ മലന്നിങ്ങ് വന്നു കേട്ടോ. മീൻ ഓടാനൊന്നുമില്ല, അടി കൊണ്ടിട്ട് നേരെ മലന്നിങ്ങ് വന്നത്. അടിപൊളി മീനാ കഴിച്ച്. രണ്ടാമത്തെ ഷൂട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് കേട്ടോ. നേരത്തെ ഷൂട്ട് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറ സൈഡിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അതും ഒരു പിലോപ്പി തന്നെ കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഷൂട്ട് ചെയ്ത മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാട്ടോ. നേരത്തെ പിടിച്ചതിൻ്റെ കുറച്ച് ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇന്ന് വെയിലില്ല, അതാണൊരു വിഷയം. എന്നാലും മീൻ അടിച്ച് കയറ്റിക്ക് കേട്ടോ. നല്ല സൈസുള്ള മീനും എല്ലാം കയറ്റിക്ക്. ഇതൊരു വരാലിനെ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. ആ കാടിൻ്റെ ഉള്ളിൽ ആ വരാലുള്ള അതിനെ ഷൂട്ട് ചെയ്ത് പിടിക്കുന്നു. ഒരു സൈസുള്ള വരാലെന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്തത്. നോക്കുമ്പോൾ എന്താ ചെറിയ വരാലായിപ്പോയി. അതിൻ്റെ ഹെഡ് ഷോട്ട് തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ. ചെറിയ വരാലാട്ടോ കിട്ടിയത്. ഞാൻ വിചാരിച്ചാൽ നല്ല സൈസായിരിക്കുന്നു. അതിൻ്റെ നിഴൽ അവിടെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ആ നിഴൽ അവിടെ തന്നെ അതിൻ്റെ തല കാണുള്ള അപ്പം തന്നെ ഷൂട്ട് ചെയ്തു. നോക്കുമ്പോൾ ചെറിയ വരാലായിരുന്നു കേട്ടോ. ഒരു ആവറേജ് വലിപ്പമുള്ളത്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഇന്ന് ഫിഷിങ്ങിന് വന്നല്ലേ, ഇതെല്ലാം എടുക്കുക. കുഴപ്പമില്ലാത്തൊരു വരാല കേട്ടോ. വലിപ്പമില്ല, കണ്ട ഹെഡ് ഷോട്ട് തന്നെയാണ് കിട്ടിയത്. ഈ ഷൂട്ട് ചെയ്ത കുഴപ്പമില്ലാത്തൊരു പിലോപ്പി കേട്ടോ. ഇത് അവിടെ കാടിൻ്റെ ഉള്ളിൽ മറഞ്ഞ് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് മീൻ അടിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ മേലെ കൂടി ഇപ്പുറത്തോട്ട് നൂലാക്കിയിട്ട് വരുന്നത് കേട്ടോ. നല്ല സൈസുള്ള പിലോപ്പിയ. നേരെ വന്ന ആ സൈഡിലുള്ള ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ അവിടെ കയറി കുടുങ്ങിക്ക് മെല്ലെ താഴോട്ട് ഇറങ്ങിയിട്ട് വേണം മെല്ലെ വലിച്ചെടുക്കാൻ. വലിച്ച് പറിച്ചിങ് എടുത്താൽ ചിലപ്പോൾ മീൻ വിട്ടുപോയാലോ. താഴോട്ട് ഇറങ്ങി നല്ല വലിച്ച് നോക്കുമ്പോൾ അതിങ്ങ് വന്ന കേട്ടോ. നല്ല സൈസുള്ള പിലോപ്പിയ. അടി നല്ല ഷൂട്ടായിരുന്നു. അവിടെ നിഴൽ കാണൽ ഞാൻ ഷൂട്ട് ചെയ്യലായി സെൻറ്റർ കൊടുത്തന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പിലോപ്പി കേട്ടോ കിട്ടിയത്. ഈ ഷൂട്ട് ചെയ്ത ഒരു തൂളീനെ കേട്ടോ ഷൂട്ട് ചെയ്ത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തൂളിയാണ്. അവിടെ വെള്ളം കുറവുള്ള സ്ഥലത്തോട്ടല്ലേ ഈ തൂളികൾ ഇങ്ങനെ കയറി വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ മെല്ലെ വന്നിട്ട് ഒറ്റ ഷൂട്ട് ചെയ്ത് ആ ബ്രൈഡും വലിച്ചുകൊണ്ട് ഓടി ഓട്ടം കണ്ടില്ലേ. പിലോപ്പിക്ക് ഷൂട്ട് ചെയ്തവരെ ഇങ്ങനെ ഓടില്ല. പക്ഷേ ഈ തൂളിക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല പോക്കായിരിക്കും, നല്ല ഫൈറ്റും കാര്യങ്ങളായിരിക്കും കേട്ടോ. കുഴപ്പമില്ലാത്ത തൂളിയാണ് കിട്ടിയ കേട്ടോ. ഒരു ആവറേജ് വലിപ്പമുള്ള ഒരു തൂളിയാണ്, എന്നാലും കുഴപ്പമില്ല. ഇതേ സ്പോട്ടിൽ നിന്ന് ഒരു പിലോപ്പിനും കൂടി ഷൂട്ട് ചെയ്യുന്നുണ്ട്. നോക്കിക്കോട്ടോ, തൂളിൻ്റെ അതിൻ്റെ അടിവശത്ത് കൂടിയാണ് കൊണ്ടത്. ഇതിങ്ങനെ വെള്ളം കുറഞ്ഞ ഭാഗത്തോട്ടെല്ലാം ഇങ്ങനെ കയറി വരും. അപ്പോൾ ഷൂട്ട് ചെയ്ത് പിടിക്കുന്ന കേട്ടോ. ഇതൊരു കുഴപ്പമില്ലാത്തൊരു പിലോപ്പീനെ ഷൂട്ട് ചെയ്ത കേട്ടോ. വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അവിടെ ചെറിയ ചെടീൻ്റെ ആ സൈഡിൽ ഇങ്ങനെ പൊന്തുന്നുണ്ടായിരുന്നു. പൊന്തല ഒറ്റ ഷൂട്ട് ചെയ്യൽ. അതിൻ്റെ വയറിൻ്റെ കുറച്ച് മേൽഭാഗത്തായിട്ടാണ് പോകേണ്ടത്. വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അടിപൊളി പിലോപ്പി. അതിൻ്റെ അടിവശത്ത് കൂടിയാണ് കൊണ്ടത് കണ്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പിലോപ്പീനായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അത്യാവശ്യം വലുപ്പമുണ്ട്, നല്ല സൈസുള്ള പിലോപ്പി തന്നെ. 2-3 ഉണ്ടായിരുന്നു, അതിലൊന്നിനെ കിട്ടിയത്. വെള്ളത്തിൻ്റെ കളറെല്ലാം കണ്ടില്ലേ, കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാട്ടോ മീനിനെ.
കേട്ടോ ഒരു കുഴപ്പമില്ലാത്തൊരു മീൻ അടിച്ച് കയറ്റി. അത്യാവശ്യം സൈസും ഉണ്ട്, കുഴപ്പമില്ല, അടിപൊളി മീൻ. ഇതാ ആകെ കിട്ടിയ മീനാട്ടോ, 7 മീൻ കിട്ടീന്. ഒരു വരാൽ, ഒരു തുളി, ബാക്കി പിലോപ്പി. അപ്പോൾ ഇതേപോലത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അക്കൗണ്ടും കാര്യങ്ങളും ഫോളോ ചെയ്ത് വെച്ചു. ഇതേപോലത്തെ അടിപൊളി വീഡിയോ